കോഴിക്കോട് പറയഞ്ചേരി സ്വദേശിനി അരുണിമയെ ഏറെ തളർത്തിയ ഒരു നിമിഷമുണ്ട്. ബൈക്ക് അപകടം പ്രതിശ്രുത വരനെ തളർത്തിക്കളഞ്ഞ ദിവസം. പക്ഷെ തിരിച്ചുവരില്ലെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയിടത്തു നിന്നും പ്രണയത്തിന്റെ കരുത്തിൽ പ്രിയപ്പെട്ടവനെ ജീവിതത്തിലേക്ക് തിരികെ നടത്തി അരുണിമ. ഞങ്ങൾ പ്രണയത്തിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും ചാനലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഞാൻ ACV ന്യൂസിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ തന്നെ ക്യാമറമാനായിട്ടുള്ള ആളായിരുന്നു. അപ്പം ആ ഒരു സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് പോയി. 6 വർഷത്തെ ഒരു പ്രണയം പിന്നീട് കല്യാണത്തിലേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. ഞങ്ങൾ വീട്ടിൽ കല്യാണം ഉറപ്പിച്ച് ഏകദേശം അങ്ങോട്ട് പെണ്ണ് കാണാനായിട്ട് ഇവർ വന്നു. അതിനുശേഷം വീട് കാണാനൊരു ചടങ്ങ്. ആ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ആൾക്ക് ആക്സിഡൻ്റ് ആവുന്നത്. അരുണിമയുടെ ഫാമിലിയിലെ ആൾക്കാർ വന്നപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണിയിൽ. പിറ്റേ ദിവസം ഞാൻ പോകുന്നതിൻ്റെ മുന്നേ ഈ പാത്രം കൊണ്ടു കൊടുക്കാമെന്ന് കരുതി ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനുണ്ടായിരുന്നു. അപ്പം ബൈക്ക് അവനോട് ഓടിക്കാൻ പറഞ്ഞു. ഞാൻ ബാക്കിലിരിക്കാം, പാത്രം പിടിച്ചിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഹെൽമെറ്റ് അവന് വെച്ചു കൊടുത്തു. പോകുന്ന വഴിക്ക് ക്രിസ്ത്യൻകോളേജ് ജംഗ്ഷനിൽ ഈ ട്രാഫിക് സിഗ്നൽസ് ഒന്നും ഓൺ ആയിരുന്നില്ല. ഒരു ഓട്ടോ അപ്പുറത്ത് രാജേന്ദ്രൻ്റെ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഇടിച്ചു. ഞാൻ നേരെ ഡിവൈഡറിലേക്ക് വീണു. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. കാരണം എനിക്ക് ആ സമയത്തൊന്നും എന്താ സംഭവിച്ചെന്ന് പോലും എനിക്ക് അറിയില്ല. ആ ഒരു 3 മാസം നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് ഒരു ക്ലിയർ ആയില്ല. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ തലേന്ന് ആക്സിഡൻ്റ് ആയി, പിറ്റേ ദിവസം ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിൽ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവർ പറയുമ്പോഴാണ് ഈ 2 മാസം വെന്റിലേറ്ററിലായിരുന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നത്. നോർമൽ രീതിയിൽ ചിന്തിക്കാവുന്നതിലും അപ്പുറത്തേക്കുള്ള ഒരു ആക്സിഡൻ്റ് ആയിരുന്നു അത്. ആള് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ആ രീതിയിൽ എല്ലാവരും, എൻ്റെ വീട്ടുകാരുൾപ്പെടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോയൊരു സമയമായിരുന്നു. പിന്നീട് എന്തോ ഭാഗ്യം കൊണ്ട് ആള് വലിയ കുഴപ്പമില്ല. 2.5 മാസം വെന്റിലേറ്റർ കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റി. ഞാൻ ആ സമയത്ത് ഭയങ്കര ദേഷ്യം കാണിച്ചു തുടങ്ങി. കാരണം ഞാൻ പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ പ്രതികരണ രീതി വേറെ പറയുന്നില്ല. ഞാൻ ഒച്ചയൊക്കെ ഉണ്ടാക്കും, കൈയൊക്കെ പിടിച്ച് തല്ലാനൊക്കെ പോകുന്ന വരെയൊക്കെ ആക്ഷൻ കാണിക്കും. സൗണ്ടൊക്കെ ഒന്ന് റെഡിയായി വന്ന സമയത്ത് വന്നപ്പം ഞാൻ പാട്ട് എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പം അനിയത്തിയും ഇവളൊക്കെ വന്ന സമയത്ത് പാട്ട് അവർ ചുമ്മാ പാടിയപ്പോൾ ഞാനും അപ്പം കൂടെ പാടി. ഒരുപാട് പേര് ഇങ്ങനെ എതിർത്തിട്ടുണ്ടായിരുന്നു. കാരണം അവൻ ഇനി ഓക്കെ ആയി കഴിഞ്ഞാൽ തന്നെ പിന്നെ തലയ്ക്ക് ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ ആൾക്ക് ഓർമ്മ ഉണ്ടാവുമോ, ഓർമ്മ നഷ്ടപ്പെടുമോ എന്നുള്ളതൊന്നും നമുക്ക് അപ്പോൾ പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ഭയങ്കര പേടി അതുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഞാൻ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ആരാ എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇവളാകെ പെട്ടുപോയല്ലോ. എനിക്ക് അരുണിമ അടുത്തുള്ളപ്പോൾ ഒരു ധൈര്യം പോലെയാണ്. കാരണം സംസാരിക്കാനാണെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും എനിക്ക് പറയാൻ കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അരുണിമയോടാണ്. അപ്പം അവളും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പം ഇത്രയും പെട്ടെന്ന് റിക്കവർ ആയി വരുന്നത്. ഡോക്ടേഴ്സ് ആണെങ്കിലും പറഞ്ഞു ഏജ് കുറച്ചൊരു പോസിറ്റീവ് ഫാക്ടറായിരുന്നു. അപ്പോൾ ചെറിയ ഏജ് ആയതുകൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കല്യാണത്തിലേക്ക് എത്തുന്നതായിരുന്നു. ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്ന എൻ ദേവി നീലവാനച്ചോലയിൽ. വീണുപോയ റെമോയെ പിടിച്ചുയർത്താൻ അരുണിമ പ്രാണനായി കൂടെ നിന്നു. അയാളെങ്ങനെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. പ്രണയം ചിലപ്പോഴെങ്കിലും മരുന്നാകും. ഉടലിന്റെ മുറിവുണക്കി ജീവിതം തിരികെ നൽകുന്ന മരുന്ന്. കോഴിക്കോട് നിന്നും മനോജ് പയ്യന്നൂരിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്.